കോൺഗ്രസ് ഒരേ സമയം ഇരയോടൊപ്പം എന്ന് പറയുകയും ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ യൂത്ത് കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിനൊപ്പം നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ കൂടെയാണ്. മലമ്പുഴയിലെ കാനായി കുഞ്ഞിരാമന്റെ ശില്പമേക്ഷിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ രാഹുൽ അവിടേക്കും മെസ്സേജ് അയച്ചേനെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ നാടകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ നോക്കണേ, എത്ര ഗതികെട്ട അവസ്ഥയിലേക്കാണ് മാറിയിട്ടുള്ളത്. ആരോപണം വരുമ്പോഴേക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങൾ മാറ്റിയില്ലേ എന്നാണ് ഘോരഘോരം പ്രസംഗിച്ച് നടന്നത്. ഇന്ന് പുറത്താക്കിയ അതേ അധ്യക്ഷന്റെ കൂടെയാണ് ഒരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് ഗമയിൽ ഇങ്ങനെ നടന്നു വരികയാണ്. എന്ത് സന്ദേശമാണ് യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരേ സമയം ഇരയോടൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരന് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയില്ലേ? ആത്മാഭിമാനമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിനെ പിരിച്ചുവിടാൻ തയ്യാറാകണം. ഇതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസ്സാരപ്പെട്ട ആരോപണങ്ങളാണോ? എന്തെല്ലാം ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന വ്യക്തിത്വമാണോ രാഹുലിൻ്റേത്? ഇവിടെ പാലക്കാട്ടിലെ പ്രശസ്തമായ ശില്പമാണ് പാലക്കാട്ടെ മലമ്പുഴയിലെ കാനായി കുഞ്ഞിരാമന്റെ യക്ഷി. ആ യക്ഷിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് പോലും മെസ്സേജ് അയക്കുമായിരുന്ന രാഹുലിന്റെ ഈ സ്വഭാവ വൈകൃതത്തെയാണോ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഒരു MLA ആയി തുടരാൻ വേണ്ടി കഴിയുക? അയാൾ പാലക്കാട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്താണ് എന്നുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാഹുലിന് സമരം എന്താണ് എന്നുള്ളത് അറിയാൻ ഈ പാലക്കാട്ടേക്ക് വന്നാൽ ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ ചൂടും ചൂരും എന്താണെന്നുള്ളത് രാഹുൽ അറിയും. UTV ന്യൂസ് പാലക്കാട്.